പൾമണറി റെസസിറ്റേഷൻ. ഈ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല, ഈ പേഷ്യന്റ് ഹാർട്ട് ഇടിക്കുന്നില്ല. എന്താണ് CPR സംഭവിക്കുന്നത്? കൃത്രിമ ശ്വാസം കൊടുക്കുക, പൾമണറി ഫെയിലായി. ഹാർട്ട് നമ്മുടെ വാരിയലിന്റെയും നമ്മുടെ നട്ടലിന്റെയും ഇടയിൽ വെച്ച് നമ്മുടെ ഹാർട്ടിനെ സ്ക്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഹാർട്ടിനെ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഹാർട്ടിനകത്ത് കുറച്ച് ബ്ലഡ് കിടക്കുന്നുണ്ട്. ഇയാൾ വീഴുന്നതിന് മുമ്പ് വരെ ശ്വാസം എടുത്തോണ്ടിരുന്ന ആ ശ്വാസം ആ ബ്ലഡിലുണ്ട്. ഈ ബ്ലഡിനെ നമ്മൾ പുറത്ത് നിന്ന് ഒരു മോട്ടർ പോലെ വർക്ക് ചെയ്യിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെ എത്തിക്കുന്നു? ബ്രെയിനിൽ എത്തിക്കുന്നു. അതാണ് ഇമ്പോർട്ടന്റ്. എവിടെ എത്തിക്കണം? കാലിന്റെ ഉച്ചയിൽ എത്തിക്കുന്നതിന് നിർബന്ധമുണ്ടോ? ഇല്ല, ബ്രെയിനിൽ എത്തിച്ചാൽ മതി. എത്ര മിനിറ്റ് നമ്മുടെ കയ്യിലുള്ളൂ? ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എമർജൻസി സർവീസിനെ ഇൻഫോം ചെയ്തു, ഹെൽപ്പ് വിളിച്ചു, നമ്മൾ ചെക്ക് ചെയ്തു, റെസ്പോൺസ് ചെക്ക് ചെയ്തു, കരോട്ടിക് പൾസ് നോക്കി, ബ്രീതിങ് ഉണ്ടോ എന്ന് നോക്കി, കാർഡിയാക് അറസ്റ്റ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? 5 മിനിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളൂ, അതിനുള്ളിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ നടക്കും ഡോക്ടറെ? നടക്കണം. ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ ഇത് നടക്കണമെന്ന് പറയുന്നത് വെറുതെ ചുമ്മാ തീരെ ക്ലാസ് എടുത്ത് പോകുന്നതല്ല. ഇത് നടന്നിട്ടുണ്ട്, ഇന്ന് നടക്കുന്നുണ്ട്. റോഡിൽ വെച്ച് CPR കൊടുക്കുന്നുണ്ട്. 2021 കണ്ടെയ്നർ റോഡിൽ 24 വയസ്സുള്ള യൂണിക്കോണിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ LLB 3rd ഇയർ പഠിച്ചുകൊണ്ടിരുന്നവൻ, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നവൻ, അവൻ മീൻകാരി ചേച്ചിനെ ഇടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി കാർഡിയാക് അറസ്റ്റിൽ കിടന്നു. നൂറ്റിട്ട് ആംബുലൻസ് വിളിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് പോയ വിഷ്ണു എന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവർ കണ്ടെയ്നറിലോട് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർഡിയാക് അറസ്റ്റ് കിടക്കുന്ന ഈ 24 വയസ്സുകാരനെയാണ്. അവർ ഞെക്കിക്കൂട്ടി CPR കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നു. 28ാമത്തെ മിനിറ്റിലാണ് ആ പേഷ്യന്റ് ജീവൻ വെച്ചത്. 7 വർഷം കഴിഞ്ഞ് 25-ല് 4 വർഷം കഴിഞ്ഞ് അവനവന്റെ LLB കംപ്ലീറ്റ് ചെയ്തു. ലഡുവായിട്ട് വന്നായിരുന്നു ജനറേഷൻ. ഞാൻ ലഡു വെച്ചിട്ടാണ് അത് ഞാൻ കൊടുത്തതല്ല, ഒരു ആംബുലൻസ് ഡ്രൈവർ കൊടുത്തതാണ്. അപ്പൊ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് നടന്നേക്കുന്ന കാര്യങ്ങളാണ്. വെറുതെ തള്ളിയിടുമല്ല, ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുമോ എന്ന് കണ്ട് റിസർച്ച് ചെയ്ത് പ്രാക്ടിക്കൽ ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രോട്ടോകോള് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. അത് കേരളം പോലെ ഒരു നാട്ടിൽ ചെയ്യാൻ ആൾക്കാർ റെഡി ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു ജനറൽ ആശുപത്രിയിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചു. ഇവിടുന്ന് എത്ര പേര് കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ട്? കേരളത്തിന് പുറത്ത് ജനറൽ ആശുപത്രിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ താല്പര്യം കഷ്ടമാണ്. അവിടെ ഒരു ഡോക്ടർ, ആദ്യ ഡോക്ടർ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ അടക്കമുള്ള ജനറൽ ആശുപത്രികൾ കേരളത്തിലുള്ളത്. നമുക്ക് നമ്മുടേതായ പോരായ്മകൾ ഒരുപാടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല പറയുന്നത്. കടമുണ്ട്, കടക്കുഴിയുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ആരോഗ്യ മേഖല ഭയങ്കര സൂപ്പറാണ്. സൂപ്പറെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിപ്പ കോവിഡ് പോലെയുള്ള സംഭവിച്ചപ്പോൾ UK പോലെയുള്ള അല്ലെങ്കിൽ WHO പോലെയുള്ള അസോസിയേഷൻസ്, ഇന്റർനാഷണൽ അസോസിയേഷൻസ് പേരിട്ട് വിളിച്ചൊരു സാധനമുണ്ട്, കേരള മോഡൽ. അത് ചെയ്യാൻ കാരണം നമ്മുടെ സർക്കാർ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരാൾ പറയുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി എടുക്കാം. ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. വൈറസ് സിനിമ കണ്ടിട്ടില്ലേ? ഒരുപാട് സിറ്റുവേഷൻ അതിൽ ശരിക്കും നടന്നിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാശും കാര്യങ്ങളും ഒന്നും നോക്കട്ടെ. നിങ്ങൾ തന്നെ എത്ര പേര് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുമ്പോട്ട് പോയിട്ടുണ്ട്? പോട്ടെ, ഇന്നത്തെ ഈ ക്ലാസ് എത്ര പേര് വോളണ്ടറി ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്? ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കൊണ്ടിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടോ? നിങ്ങൾ റിസൂലി മുടക്കി സാരി എടുത്ത് തേച്ച് മുടക്കി രാവിലെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വന്നവരെ ഒരു ദിവസം ലീവ് കിട്ടുന്നോ? മാനേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ എഫേർട്ട് തരുന്ന പല കാര്യങ്ങളാണ്. ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്കറിയില്ല, തീരുമാനം എങ്ങനെയാണെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് എനിക്ക് അപ്പൊ നമ്മൾ കരോട്ടിക് പൾസ് ചെക്ക് ചെയ്തു, കൂടെ എന്ത് ചെയ്തു? ബ്രീതിങ് ചെക്ക് ചെയ്തു, നമ്മൾ ഡയഗ്നോസിസ്, അസുഖം കണ്ടുപിടിച്ചു. എന്താണ് അസുഖം? എന്താണ് ട്രീറ്റ്മെന്റ്? അപ്പൊ ഡയഗ്നോസിസ് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകാം. എങ്ങനെ CPR കൊടുക്കാം? പൾസ് along with respiration നമ്മൾ നോക്കുന്നത് 5 to 10 seconds ഉണ്ടാവും. നമ്മുടെ 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ. പാർട്ട് 1 കഴിഞ്ഞു. എനി ഡൗട്ട്സ് till now? ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിൽ നമ്മൾ